അപ്പോൾ അത് വണ്ടി ഷോർട്ടായിട്ടാണ് കത്തിക്കുന്നത്, ഷോർട്ടായിട്ട് കത്തിപ്പോയതാണ്. അപ്പോൾ നമ്മളവിടെ വണ്ടിയുടെ ഓണർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ ഷോർട്ട് സർക്യൂട്ട് എന്നാണ് പറഞ്ഞത്. അവർക്ക് പ്രശ്നമൊന്നുമില്ല, മറ്റാർക്കും പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. ഷോർട്ട് സർക്യൂട്ടാണ്, ചെറിയ തീ ഇങ്ങനെ വന്നു. പിന്നെ അവർ ആൾക്കാരൊക്കെ വിളിച്ചു വിടുമ്പോൾ നല്ല കത്തിലെത്തി. പിന്നെ ഫയർഫോഴ്സിനെ വിളിച്ച് അങ്ങനെ ഇപ്പോൾ കെടുത്തിയേക്കുന്നത്. അതെന്താ സാധനം ഇറക്കിയിട്ട് വരുന്ന വരവായിരുന്നു, സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് വരുന്ന വരവാണ്. കാലി വണ്ടിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ടോട്ടൽ ലോസ് കൊടുക്കണമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ബാക്കി പിന്നെ കാണാം. ഇനി ഇത് മൊത്തം ഫോറസ്റ്റ് എന്തായാലും തീർന്നിട്ടുണ്ട്. ഇതിപ്പം മൊത്തം അവരുടെ കൃഷി സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ. ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഫുള്ള് ആദ്യം കളച്ച് മറിച്ചിടും. മറ്റേ കാളവണ്ടി ഉപയോഗിച്ചിട്ട് നില മൊത്തം ഉഴുതു മറിക്കും. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് വളമിടും. വളം ഇട്ടിട്ട് അതിൻ്റെ മേലെ കുറച്ച് വെള്ളമൊക്കെ നനച്ച് എന്നിട്ടാണ് ഇവർ വിത്തിടുക. വിത്തിട്ടിട്ട് അത് വീണ്ടും ഇളക്കി മറിക്കും. ഇവരിളക്കിക്കൊണ്ടേയിരിക്കും, മറിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇളക്കി മറിച്ച് അതിന് ശേഷം പിന്നെ വീണ്ടും അത് അവിടെ കറക്റ്റ് ലെവലിൽ വെച്ച് പിന്നെയും ഇവർ കണ്ടോ സൂര്യകാന്തിൻ്റെ അവിടെയൊക്കെ കണ്ടോ, അത് ജസ്റ്റ് ഇവിടെ ഇറങ്ങാം. അപ്പോൾ ഇതൊക്കെ ഉഴുത് മറിച്ച് എന്നിട്ട് വീണ്ടും വെള്ളം നനച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ നനച്ച് കഴിഞ്ഞിട്ട് പിന്നെ വിത്തെല്ലായി വരും. അങ്ങനെയാണ്. നമ്മളെപ്പോലെ ഒന്നിട്ടിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഒന്ന് നോക്കുന്ന പരിപാടിയല്ല. ഇത് ചെണ്ടുമല്ലി റെഡ്, യെല്ലോ. അച്ഛനെ ഇതിന്ന് ഷോർട്ട് സർക്യൂട്ട് വരുമോ ഈ പോസ്റ്റിൻ്റെ മേത്തുനിന്ന്? അങ്ങനെ ഇതിപ്പോൾ സീസണല്ല ഇവരത്. അല്ലെങ്കിൽ ആ ഏക്കർ, ഇത് ഫുള്ള് ഏക്കറും അവിടുത്തെ ഇങ്ങനെ ഏക്കർ മൊത്തം ഇതേ ഫുള്ള് സാധനമായിരിക്കും. ഇതും സൂര്യകാന്തി ഇത് ഫുള്ളായിരിക്കും ഇവിടെ മൊത്തം. വേറെ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ സീസണല്ല, ഒരു ജൂലൈ ഓഗസ്റ്റ് പിന്നെ ആ ടൈം, ഒരു ഓണത്തിൻ്റെ ഒക്കെ സമയത്ത് ഇതുണ്ടാ. പക്ഷെ ഇപ്പോൾ കുറവാണ്. എന്തിനോ വേണ്ടി വെറുതെ നട്ടുവെപ്പിച്ചായിട്ടാണ് തോന്നുന്നു. ഇത്രയേ ഉള്ളൂ. ഇനി അപ്പുറത്ത് വേറെ സ്ഥലമുണ്ട്, അവിടെ എൻ്റെ ശരിക്കുള്ള സ്ഥലം. ഇനി അവിടെ ഇപ്പോൾ ഉണ്ടാവുമോ എന്നറിയില്ല, നോക്കാം. എന്നാലും ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് കഴിയട്ടെ. ഇനി അപ്പുറത്ത് ഇതിൻ്റെ ശരിക്കുള്ള കുറേ സ്ഥലം ഇത് കുറേ ഉണ്ടാകുന്ന സ്ഥലമുണ്ട്, അവിടെ നോക്കട്ടെ. അവിടെ ഉണ്ടാവുമോ എന്നറിയില്ല, ജസ്റ്റ് നോക്കാം. ഇത് കണ്ട ഇവർ ഫുൾ ടൈം ഇങ്ങനെ ഇതുപോലെ വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടേയിരിക്കും ഫുൾ ടൈം. രാത്രി മാത്രം ഇത് സ്പ്രേ ചെയ്യൂല. ഇത് ഓരോ ഓസ് വഴി അത് ഓരോ സൈഡിലേക്ക് മാറ്റും. ഇപ്പോൾ ഈ ഫസ്റ്റ് സൈഡിലാണെങ്കിൽ നെക്സ്റ്റ് കുറച്ച് താഴോട്ടിട്ടിട്ട് അവിടെ നിന്ന് സ്പ്രേ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. ഫുൾ ടൈം ഇങ്ങനെ സ്പ്രേ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മളെപ്പോലെ കൃഷി ചെയ്യാൻ മടിയുള്ളവരല്ല, ഇവർ കൃഷി മാത്രം ചെയ്ത് ജീവിക്കുന്നവരാണ്. നമ്മളെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു വാഴ നട്ട് കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞ് ആ കൊലക്കുന്ന സമയത്തായിരിക്കും നമ്മൾ പോയിട്ട് അതിനെ മുറിക്കാനും പിടിക്കാനൊക്കെ പോവുക. അതുവരെ അതിനെ നോക്കാൻ പോലെ പോകില്ല. ഇവരങ്ങനെയല്ല, ഇവർ ഡെയിലി വന്ന് നോക്കും, എല്ലാം കൃത്യം ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ കൃഷിക്ക് ഭയങ്കര ഒരു ഇതുള്ളത്. ഇതൊക്കെ യൂക്കാലിയാണ് കേട്ടോ. ഇത് യൂക്കാലി മരമാണ്, അറിയാത്തവർക്ക് വെറുതെ പറഞ്ഞുതരാം. ഞാൻ മുമ്പ് ആയുർവേദം പഠിക്കുന്ന സമയത്ത് ഈ വെള്ളം വെച്ചിട്ട് ഞാൻ കുളിക്കുക. ആ ചൊറിച്ചലും ഇതൊക്കെ മാറുമെന്നറിയാം. നല്ല സുഖമാണ്, നല്ല തണുപ്പും കിട്ടും. പട്ടി അടിക്കാൻ പറ്റടാ. കണ്ടാ ഇത് ഫുള്ള് കൃഷിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഈ സൈഡിലാണ് സൂര്യകാന്തിൻ്റെ. കണ്ടോ ഇതൊക്കെ വലിയ തോട്ടങ്ങളാണ്. ഇത് മൊത്തം സൂര്യകാന്തിയാണ്. ഇവിടെയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ അവർ 10 രൂപ 20 രൂപയാണ് മേടിക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ. അത്രയും ഇതുണ്ടാവും. വലിയ തോട്ടം. ഇത് മൊത്തം സൂര്യകാന്തിൻ്റെ ഇതായിരുന്നു. പക്ഷെ ഇപ്പം അതിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് ഇപ്പം വേറെ എന്തോ കൃഷി ചെയ്യാൻ തുടങ്ങുന്നുണ്ട് തോന്നുന്നു. ഇതൊന്നും ആക്കിയിട്ടില്ല, വേറെ ഒന്നും കാണുന്നില്ല. മൊത്തം ഉഴുത് മറിച്ചേക്കുക. മൊത്തം ഉഴുത് മറിച്ചിട്ടേ ഉള്ളത് ഇവിടെയൊക്കെ. ഇവരെപ്പോഴും വെറുതെ ഇങ്ങനെ ഈ മണ്ണ് ഉറക്കാൻ വിടൂല. ഇവരൊന്നിനും കൃഷിയൊന്നും ചെയ്യുന്നില്ലെങ്കിലും മണ്ണ് ഉറച്ചു വിടാൻ പറ്റില്ല. ചെറിയ ഇതിലെല്ലാം കുറേ മാവിൻ്റെ ചെറിയ മാവാണ്. അതിൽ നിറച്ച് മാങ്ങയൊക്കെ ഉണ്ട്. ഓരോന്നിനെല്ലാം പറിച്ച് തീർന്നു തോന്നും. എന്ത് സാധനമാണെങ്കിലും ഇവർ വെറുതെ നിൽക്കൂല. നമ്മളവിടുത്തെ പോലെയല്ല മാവൊന്നും. ഇവിടെയൊക്കെ നല്ല അടിപൊളി ആണ്ടാ
അൽഫോൻസ മാങ്ങ പോലത്തെ അതെല്ലാം പറിക്കുന്ന മൊത്തം അങ്ങനത്തെ സൈസിലൊക്കെ മാങ്ങ. നമ്മളിതൊക്കെ എന്തെല്ലോ ഹൈറ്റ് പോയ മാവല്ലേ. ഇത് ബാബു ആൻ്റണി പോലെ ഹൈറ്റും ഉണ്ടാവും, പിന്നെ എങ്ങോട്ടല്ലോ വളഞ്ഞൊക്കെ പോയിട്ടുണ്ടാവും. ഇതങ്ങനെ ഇല്ല കേട്ടോ, അതെങ്ങനെ വരെ ടൈം ഇവിടെ വെള്ളം സ്പ്രേ ചെയ്തോണ്ടേ കേട്ടാ. കേട്ടാ ചെറിയ രീതിയിൽ തന്നെ മാവ അതില് മാങ്ങിട്ടാ കേട്ടാ. കേട്ടാ ഇവര് കൃഷി ഇപ്പം ഇല്ലെങ്കിലും ഇവര് വെറുതെ വിടൂല. കാരണം ഈ ഭൂമി അങ്ങനെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ മണ്ണ് ഉറച്ചു പോകും. അത് ഉറക്കാൻ വിടൂല. ഇവര് വെറുതെ ഇങ്ങനെ കളച്ച് മറിച്ചുകൊണ്ടേയിരിക്കും. ആ ഭൂമി എപ്പോഴും നല്ല കൃഷി അതിന് പറ്റിയ ഒരു ഭൂമി പോലെ അവരെപ്പോഴും ഉഴുത് മറിച്ചുകൊണ്ടേയിരിക്കും. ആ കാര്യത്തിൽ ഇവരെനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ വൃത്തികേട് എന്ന് പറഞ്ഞാൽ ഇവിടെ വൃത്തി എന്ന് പറഞ്ഞ സാധനമില്ല, നാറിയിട്ട് നിൽക്കാൻ പറ്റില്ല ഗൈസ്. പക്ഷെ ഇതെല്ലാം കണ്ടോണ്ട് നമുക്ക് മൂക്കാലം പൊത്തി പൊട്ടി വേണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാന്ന് വെക്കാം. അങ്ങനൊക്കെ ഉണ്ട്. അറബി രാജ്യം പോലെ ഉണ്ടല്ലോ അല്ലേ. ഈത്തപ്പനൊക്കെ പോലെ ഒരേ ലെവലിൽ നട്ടേക്കും. ഇത് മൊത്തം അവരുടെ കൃഷി ഉണ്ടാക്കുന്ന സ്ഥലാട്ടാ. എത്രയോ ഏക്കർ കണക്കിന് കൃഷിപ്പാടാണ്. ആ കട കണ്ടോ, അവിടെ കുറെ ധാന്യങ്ങൾ, ഇവിടുന്ന് ഉണ്ടാക്കിയ ധാന്യങ്ങൾ എല്ലാം വേണ്ട. അത് ഉള്ളി, അത് ചെറിയ ഉള്ളി. ഇവിടെയൊക്കെ അവര് കൃഷി ചെയ്തിട്ട് ഈ മറ്റേ തുവര, പരിപ്പ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു ഇതിലാക്കിയിട്ട് ഒരു പാക്കറ്റിലൊക്കെ ആക്കിയിട്ട് അത് വിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കടയാണ് അവരത് തന്നെ. അത് മൊത്തം ഇവിടെയൊക്കെ നമ്മളവിടെ നിന്ന് ഇങ്ങനത്തെ കൃഷിപ്പാടം കാണാനേ കിട്ടൂല. ഇതെത്രയോ ഏക്കർ കണക്കിന് അങ്ങോട്ടൊക്കെ ഫുൾ കൃഷി സ്ഥലമാണ്. നമ്മളവിടെ നിന്ന് കൃഷി പോയിട്ട് ഒരു പുണ്ണാക്കം കാണൂല. വീട്ടിലാകെ ഒരു തക്കാളി ഉണ്ടാവും, കുറച്ച് പച്ചമുളക് ഉണ്ടാവും, അതന്നെ നമ്മളെ നാട്ടിലത്തെ കൃഷി. പിന്നെ കുറച്ച് വാഴ ഉണ്ടാവും, ഇതൊക്കെ തന്നെ. പക്ഷെ ഇവരുടെ അങ്ങനല്ല. ഇവർ അങ്ങനെയൊക്കെ മരുഭൂമി പോലെ കിടക്കുന്ന, ഈ മരുഭൂമി പോലെ കിടക്കുന്നത് മൊത്തം ഇവരെ കൃഷി കണ്ടോ, ധാന്യങ്ങൾ കണ്ടോ അവിടെ അവർ വിൽക്കാൻ വേണ്ടി വെച്ചത്. സ്പീഡായതുകൊണ്ട് കാണുന്നുണ്ടോന്ന് അറിയില്ല, നല്ല സ്ലോയാക്കിട്ട കണ്ട ധാന്യങ്ങൾ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട. അവരുണ്ടാക്കിയ ധാന്യങ്ങളൊക്കെ തന്നെ. തക്കാളിയെല്ലാം ഫ്രഷ് സാധനമാണ്. നമ്മളവിടെ കൊണ്ടുപോകുമ്പോഴേക്ക് ശേഷം ഫ്രഷ് എല്ലാം പോകും. അതുകൊണ്ടാണ് കൊണ്ടുപോകാത്തത്. ഉണ്ടോ ഇവരൊക്കെ ബത്തക്ക വരെ ഇവിടെ കൃഷിയാണ്. ബത്തക്ക വരെ ഉണ്ടോ, എല്ലാ സൈഡും കൃഷി സ്ഥലമാണ്. മൊത്തം ഫുൾ കൃഷി, കൃഷിയോട് കൃഷി. കണ്ടാ ഉഴുത്ത് മറിച്ചിട്ട് കണ്ടാ, കളച്ച് മറിച്ചിട്ടുള്ള മൊത്തം. ഇവരൊന്നും ഭൂമി വെറുതെ വിടൂല, വെറുതെ കളിച്ച് മറിച്ചോണ്ടിരിക്കും. എന്നിട്ട് വളം നനച്ചോണ്ടിരിക്കും. എന്നിട്ട് കുറച്ച് വളം ഇടും. വളം ഇട്ടിട്ട് മണ്ണ് വളക്കൂറുള്ള മണ്ണാക്കി എടുക്കും.
എന്നിട്ട് അതിൻ്റെ മേലെ വിത്തിടും, എന്നിട്ട് അതിൻ്റെ മേലെ വീണ്ടും വെള്ളം നനയ്ക്കും, എന്നിട്ട് വീണ്ടും കളച്ച് മറിക്കും. ഈ വിത്തടക്കമുള്ളത് കളച്ച് മറിക്കും. എന്നിട്ട് അതെങ്ങനെയാണ് ഉള്ളത് ആ കോലത്തിൽ അവർ നടും. അത് പിന്നെ മുളച്ച് വരും. ആ ഒരു കോലത്തിലാണ് ഉണ്ടാവുക. ടോൾ ഗേറ്റ് ഉണ്ട്, ടോൾ ഗേറ്റ്. ടോൾ ഗേറ്റ് ടോൾ ഗേറ്റ് കൊടുക്കട്ടെ. അപ്പുറത്ത് അവിടെ ബോർഡുണ്ട്, ലൈറ്റ് വെഹിക്കിളിനൊക്കെ 50 രൂപയുള്ളൂ റിട്ടേൺ അടക്കം. പക്ഷെ ഇത് റിട്ടേൺ അടക്കം 70 രൂപ അവർ മേടിച്ചേക്കുന്നത്. കേരളക്കാരായോണ്ടായിരിക്കും കാളപ്പാന്നികൾ. ഇവർക്ക് കർണാടകക്കാർക്ക് കേരളക്കാരെ കണ്ട ഇങ്ങനെ കുറച്ച് ചൊറിച്ചിലുണ്ട് കണ്ടാ. ഇവരിങ്ങനെ ഉഴുത് മറിച്ചു കൊടുക്കും. എന്നിട്ട് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ പിന്നെയും കള്ളന്മാർ നമ്മളെ പറ്റിച്ചോണ്ടിരിക്കലേന്ന്. കേരളക്കാർ ഭയങ്കര ഉണ്ടാ നട്ട് വെച്ചിട്ടുണ്ട്, എല്ലാം നട്ട് വെച്ചിട്ടുള്ള. ആ വിത്ത് മുളച്ച് വന്നിട്ടുണ്ട്. ഇതിനെ പിടിച്ചാലോ പൈസ ലാഭിക്കണ്ടേ. അങ്ങ് മല ഒരുമാതിരി തായ്ലൻഡിൽ പോയ പോലെ അങ്ങനത്തെ സ്ഥലം. എത്രയോ കിലോമീറ്റർ കണക്കിന് അവരെ സ്ഥലമുണ്ടോ അതെല്ലാം അവർ ഉഴുതും മറിച്ച് അടിപൊളി കൃഷി സ്ഥലമാക്കി. എന്താ അപ്പുറത്തെ വണ്ടി ഇപ്പുറത്തെ വണ്ടി എല്ലാ വണ്ടിയും തോട്ടം അങ്ങനെ ഉഴുത് മറിക്കും. ഇത് ഉഴുത് മറിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളവിടെ തെങ്ങൊക്കെ ഈ കുളത്തിലുണ്ടാവുമോ? എവിടെയെങ്കിലും കാണോ ഈ തെങ്ങിൻ്റെ? നോക്കിയാ ഒരു തെങ്ങൊക്കെ ഇതുപോലെ കിട്ടുമോ നമുക്ക് നമ്മളെ നാട്ടിൽ? അതിവിടുത്തെ ഒരു തെങ്ങ് പോലും എന്താണെങ്കിലും അതിന് കണക്കായിട്ട് അവർ പണിയിടും. തക്കാളി കൊണ്ടുപോകുന്ന മറ്റേ കുടിശ്ശിരി തക്കാളി കൊണ്ടുപോകുന്നുണ്ട്. അതാ അവൻ പറിക്കും, അത് കിഴങ്ങ് പറിക്കുന്ന കുറച്ച് കിഴങ്ങ് ഉടച്ച് ആ കിഴങ്ങ് അങ്ങനെ എടുക്കുക. എന്നിട്ടാ മോനെ എന്ത് കളറല്ലേ ഓകാളെ ഓ വാ. നിങ്ങൾ വിചാരിക്കുക ഈ കൃഷി മാത്രമേ കാണിക്കുന്നുള്ളൂ, എന്താ ചെയ്യണ്ടേ? ഇവിടെ അത് മാത്രമല്ലേ ഉള്ളൂ. ഞാൻ എന്താക്കണ്ടേ? ഇവരെയൊക്കെ കണ്ടാൽ തന്നെ പിന്നെയും കണ്ടുകൊടുക്കുന്ന പോലെയൊക്കെ തോന്നും. ഇതെല്ലാം ഒരുപോലത്തെയാണ്. നമ്മളെന്താ ചെയ്യുക? വേറെ ഒന്നും കാണിക്കാൻ ഇവിടെ ഇല്ല ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടി തിരിച്ചിട്ടുണ്ട് ഗൈസ്. റിട്ടേൺ വരുവാണ്. അധികം നേരം ഇവിടെ കറങ്ങാനും കണ്ടോ. ഇതാണ് നമ്മളെ ഉരുളക്കിഴങ്ങ് കണ്ടാ, കളച്ചിട്ടേക്കുന്നുണ്ടാ. മൊത്തം ഉരുളക്കിഴങ്ങ് കേട്ടാ. അവിടെയൊക്കെ കുറേ ചാക്കിലും കാര്യങ്ങളൊക്കെ ആക്കി. ഇവിടെ നിന്നൊക്കെ എടുത്തു. ഇവിടെ കുറച്ചുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഉരുളക്കിഴങ്ങ് ഉണ്ടാവുക. ഞാൻ കുറച്ചും കൂടി സൂം ചെയ്ത് കാണിക്കാം. വേണ്ട, ഇതാണ് ഉരുളക്കിഴങ്ങ്, നമ്മളെ നാട്ടിലത്തെ ഉരുളക്കിഴങ്ങ്. കണ്ടോ, ഇത് നമ്മളെ നാട്ടിലെ ഉരുളക്കിഴങ്ങ്. ഇവിടെ നമ്മളെ നാട്ടിൽ നിന്ന് അങ്ങനെ ഒരു ഇതൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളവരെ അങ്ങോട്ടേക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ചോദിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് നിങ്ങൾ സ്വന്താ? കുറേ തുടങ്ങിയിട്ട് ചേട്ടന്റെ പേരെന്താ? ചേട്ടന്റെ പേരെന്താ? കെഞ്ച. ഇത് നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്ത് കൊടുക്കുമ്പോ എത്ര പൈസ കിട്ടും കിലോക്ക്? നമുക്ക് 25. കിലോക്ക് അല്ലേ? ഇത് മേട്ടുപ്പള്ളി, തമിഴ്നാട്, കേരള, ഇല്ല തമിഴ്നാട്ടിലേക്ക്.
കേരളത്തിലേക്ക് കൊടുക്കുന്നില്ലേ? ಎಲ್ಲ ಕೊಡ್ಕು ಅವರು ಗುಂಡ್ಲುಪೇಟೆ ಮಾರ್ಕೆಟ್ಗೆ ಕೊಂಡು ಗುಂಡ್ಲುಪೇಟೆ ಮಾರ್ಕೆಟ್ಗೆ ಮೈಸೂರು. ഓക്കെ. ನಿಮ್ದು ಊರು? കേരള ಅಲ್ಲ ಊರು ಊರು കണ്ണൂർ. കണ്ണൂർ കണ്ണൂർ. മേടിക്കുന്ന അവരിലേക്കൊക്കെ മേടിച്ചു, നാട്ടിലേക്ക് മേടിക്കുന്ന അത്രേ ഉള്ളൂ. ഇവരുടെ ചോദിച്ചു നോക്ക്. യൂട്യൂബ് പേര് ജലീൽ MP കണ്ണൂർ. ജലീൽ MP കണ്ണൂർ. നമ്മൾക്ക് പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ടേ. കേരളത്തിലില്ലല്ലോ. ഇവിടെ കിടക്കുന്ന ഈ ചെറിയ സാധനങ്ങളൊന്നും ഇവർ എടുക്കൂല. അതായത് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇവരെടുക്കൂല. ഇവർക്ക് ഇതിന് മാർക്കറ്റ് കമ്മിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും എടുക്കൂല. വലിയ വലുത് മാത്രമേ ഇവർ നോക്കൂ. ഇവർ 3 മാസം കൊണ്ട് ഇത് പറിക്കും. ഇങ്ങനത്തെ ചെറുതൊന്നും ഇവർ ഇതൊക്കെ ഒഴിവാക്കും. നമ്മളവിടെ ഇത് തൽക്കാലം ഒരു തൽക്കാലത്തേക്ക് നമുക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്കൊരു കറിക്കെല്ലാം ഉപയോഗിക്കാം. ഇത് കണ്ടോ, ഇതൊന്നും ഇവരെടുക്കൂല. ഇന്ന് അവർക്ക് വേണ്ട. ഇതൊന്നും അവർക്ക് മാർക്കറ്റ് കുറവായതുകൊണ്ട് ചെറുതൊന്നും ഇവരെടുക്കൂല. പിന്നെ കുറേ വലുതൊക്കെ ഉണ്ട്, അതൊന്നും അവർ മെയിൻ്റ് ആക്കുന്നില്ല. പെട്ടെന്ന് വേണ്ട. ഇവിടെയൊക്കെ വലുതൊക്കെ ഉണ്ട്, പക്ഷെ അവരൊന്നും അത് മെയിൻ്റ് ചെയ്യുന്നില്ല. അവർക്കൊരു വേണ്ടാത്ത പോലെ കവർ ഇതൊക്കെ കുറേ ഉള്ളത് കൊണ്ടായിരിക്കും. ഒരു 3 മാസം കൊണ്ട് ഇത് പറിക്കുമെന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇഞ്ചി കൃഷിയൊക്കെ ചെയ്യില്ല, അതുപോലെ തന്നെയാണ് അവർ പറഞ്ഞത്. 3 മാസം കൊണ്ട് പറിക്കും. അപ്പോൾ അതിൽ ചിലതൊക്കെ ചെറുതുണ്ടാവും, ആ ചെറുതൊന്നും ഇവർ ഉപയോഗിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഇവർ മാർക്കറ്റിൽ കൊടുക്കുന്ന സമയത്ത് ഇവർക്ക് കിലോയ്ക്ക് 25 രൂപ വെച്ചേ കിട്ടുള്ളൂ. നമ്മളവിടെ എത്തുമ്പോൾ നമ്മുടെ നാട്ടിൽ മാർക്കറ്റിൽ ഇപ്പോൾ എത്രയുണ്ട്? എന്നാലും 55 40 അപ്പോൾ ഇവർക്ക് ഇവിടെ 25 രൂപ. എന്നാൽ പിന്നെ നമുക്ക് നാട്ടിലേക്ക് ഒരു കിലോ മേടിച്ചൂടെ? നിങ്ങൾക്ക് അവിടെ ആവശ്യമില്ലല്ലേ? 1 കിലോ മേടിച്ചേനെ. പിന്നെ ഞാൻ നിങ്ങളടുത്ത് എപ്പോഴും ലൈവിൽ പറയാറുള്ള കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ എനിക്ക് ഫോറസ്റ്റിൽ ഗുണ്ടൽപേട്ട് ഫോറസ്റ്റ്, കർണാടക മുത്തങ്ങ ആ ഫോറസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഒരു സമാധാനം കിട്ടുമെന്ന് ഞാൻ പറയാറുണ്ട് ലൈവിലൊക്കെ. അപ്പോൾ അങ്ങനെ ഈ ഫോറസ്റ്റിലേക്ക് കൂടി വന്നതാണ്. പക്ഷേ ഇതിന് മുമ്പ് ഫോറസ്റ്റിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ആ ഫോറസ്റ്റിൻ്റെ ആ വീഡിയോ എടുത്തതിൻ്റെ വീഡിയോ സ്റ്റോറേജ് 9 GB ആണ്. അപ്പോൾ അത് നമുക്ക് ഫോണിൽ വെക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം സ്റ്റോറേജ് ഓൾമോസ്റ്റ് ഫുള്ളായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി എഡിറ്റും കൂടി ചെയ്താൽ അതിനുള്ള അത് നമുക്ക് സേവ് ചെയ്യുമ്പോൾ അതിനേക്കാളും സ്റ്റോറേജ് വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നേരിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് മുന്നത്തെ വീഡിയോ പാർട്ട് 1ഉം ഈ വീഡിയോ പാർട്ട് 2 ആയിട്ട് ഇടുന്നത്. പിന്നെ തിരിച്ചു പോകുന്ന വഴി 2 ആനയും കൂടി കണ്ട്, അതുകൊണ്ട് അത് തീർത്തിട്ട് ഗൈസ്. ഇപ്പോൾ നമ്മളുള്ളത് വയനാട് തേയിലത്തോട്ടത്തിലാണ്. കണ്ടില്ലേ, നമ്മളിപ്പോൾ ഉള്ളത് വയനാട് തേയിലത്തോട്ടം. പിന്നെ നമ്മുടെ രാജരെഡ്ഡി. തസ്നി, നിനക്ക് വല്ല മറ്റേ തേയില എന്തെങ്കിലും വേണോ? ചായപ്പൊടി വേണോ? നീ ചായ കുടിക്കില്ല, എന്നാലും വെറുതെ വെച്ചോ.